ഇന്നത്തെ ഈവനിങ് സ്നാക്ക് നമുക്ക് കോഴിക്കോട്ടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 വെള്ളം ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കി എടുത്തിട്ടുണ്ട്. അത് അരിച്ചെടുത്തതിന് ശേഷം ഞാൻ വീണ്ടും അത് നൂൽ ഭാഗത്തിലാക്കുകയാണ്. അതിന് ശേഷം അതിലേക്ക് 1 സ്പൂണ് ഏലക്ക പഞ്ചസാര കൂടി പൊടിച്ചതും, പിന്നെ ഒരു 1/2 സ്പൂണ് ജീരകവും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അരമുറി നാളികേരം ചിരകിയത് ഇട്ട് കൊടുത്ത് അതിങ്ങനെ വരട്ടി എടുക്കാൻ വയ്ക്കാം. ഈ സമയത്ത് നമ്മൾ വെള്ളം വെച്ച് ഒരു 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർക്കുന്നത് 2 ഗ്ലാസ് നൈസ് അരിപ്പൊടിയാണ്. അത് തിളച്ച് വന്നപ്പോഴാണ് ഞാൻ ചേർക്കുന്നത്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഈ അരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് നമുക്ക് കുഴയ്ക്കാൻ പാകത്തിന് തണുപ്പിക്കാൻ വയ്ക്കുക. അല്ലാണ്ട് തണുത്ത് പോകണ്ട. അപ്പോൾ ഈ അരിപ്പൊടി അതിൽ കിടന്ന് വേകും. അപ്പോൾ ഞാനൊരു സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ തന്നെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ. എന്നിട്ട് ഇത് നന്നായി കുഴച്ചെടുക്കുക. ഈ കുഴയ്ക്കണേലാണ് വലിയ കാര്യമാണ്. അതുപോലെ അരിപ്പൊടി നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് നന്നായി ഇളക്കി അതൊരു പകുതി വേവ് കഴിയുകയാണ് അത് എന്നിട്ട് കുഴയ്ക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റാവും. കുഴച്ച് നല്ല സോഫ്റ്റാവും. അതിൽ വെളിച്ചെണ്ണയും കൂടി ചേരുമ്പോൾ നമുക്കിങ്ങനെ നല്ല നൈസായിട്ട് നമുക്കതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഫില്ലിങ് വെച്ചിട്ട് കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഉണ്ടാക്കിയെടുക്കാനൊരു ബുദ്ധിമുട്ടില്ല. നമുക്ക് തോന്നണതാണ്. നമ്മൾ മറ്റുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കണ പോലെ തന്നെയാണ്. ഞാനിവിടെ പറയാറുണ്ട് ഞാൻ ആദ്യമൊക്കെ എനിക്കൊന്നും വയ്യതൊന്നും ഉണ്ടാക്കുക. അത് അരിപ്പൊടി ഇതാക്കണം, തിളപ്പിച്ച വെള്ളത്തിലിട്ടാക്കണം, അത് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷെ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കിപ്പോൾ ഒരു വിഷമം തോന്നുന്നില്ല. എളുപ്പമുള്ള ഒരു പലഹാരം തന്നെയാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഈ മധുരവും ഒക്കെ ചെല്ലുമ്പോൾ ആ ഫില്ലിങ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും. വേണമെങ്കിൽ നമുക്ക് ആ ഫില്ലിങ്സിൽ അവിലൊക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ അവിൽ കഴിഞ്ഞിരിക്കണ കാരണമല്ലേ ഞാൻ അതിൽ അവിലിട്ടാണ്. ചുമന്നൻ അവിൽ അതൊക്കെ കുട്ടികൾക്ക് ചെല്ലും ചെയ്യും. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സൂത്രത്തിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നന്നായി ഒരുവിധം പാകമായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി ഓരോ ഉരുളകളാക്കി കണ്ട നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഉരുളകളെടുത്തിട്ട് ഹോളാക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നമുക്ക് നിറച്ചെടുക്കാം. ഇതെങ്ങനെയാണ് നമ്മളെടുക്കുക. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അങ്ങനെ വളരെ നൈസായിട്ട് അതിൻ്റെ ഇങ്ങനെ ഒരു ഹോളുണ്ടാക്കാം. എന്നിട്ട് അതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ബോൾ പോലെ ഇങ്ങനെ വേണ്ട. ഇതൊക്കെ ആവണമെങ്കിൽ നമ്മുടെ അരിയുടെ പകുതി വേവും അതുപോലെ നമ്മുടെ കുഴയൊക്കെ റെഡി ആവണം. അല്ലെങ്കിൽ നമ്മൾ ഒട്ടി പിടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ നല്ല സുഖമായിട്ട് ചെയ്യാം. കണ്ട ഹോളാക്കിയെടുത്ത് ബോൾ പോലെ ആക്കിയിട്ട് നമുക്കിത് പായി വന്നിട്ട് നമുക്കത് ആവിയിൽ വേവിക്കാം. ഇപ്പോൾ ഞാൻ അതിലൊരു ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇലയിലും കൂടി ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേക ആ ഇല വാടിയതിൻ്റെ മണവും ഒക്കെ ആയിട്ട് നല്ലതാണ്. ഒക്കെ ചെയ്യുമ്പോൾ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ആവിയിൽ ഇത് വേവിച്ചെടുക്കാം. എനിക്കിപ്പോൾ ഒരു 2 സ്റ്റെപ്പായിട്ട് വേവിക്കേണ്ടി വരും. ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം നല്ലൊരു ആവി പോവാത്തൊരു മൂടി എടുത്തിട്ട് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ അതിൻ്റെ മീതെ ഒരു ചപ്പാത്തി പലക കയറ്റി വയ്ക്കുക. ആവി പോകുന്നില്ല. നല്ല മൂടിയാണ്. ഇതാണ് കോഴിക്കോട്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഉണ്ടാക്കി നോക്കുക.